മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്കെതിരെ പി.വി. അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ പ്രധാന അജണ്ടയായി CPM ബ്രാഞ്ച് സമ്മേളനങ്ങൾ. ആരോപണങ്ങളിലെ നിജസ്ഥിതി കണ്ടെത്തണമെന്നും പാർട്ടി കമ്മിറ്റികളിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുമാണ് സമ്മേളന പ്രതിനിധികളുടെ ആവശ്യം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനും കടുത്ത വിമർശനവും ഉയരുന്നുണ്ട്. അതേസമയം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ സമ്മേളനം ബഹിഷ്കരിച്ചതോടെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നാട്ടിൽ ബ്രാഞ്ച് സമ്മേളനം മുടങ്ങി. കണ്ണൂർ മൊറാഴ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ 5ാം പീടിക ബ്രാഞ്ച് സമ്മേളനമാണ് മുടങ്ങിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറും കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യയും ചേരുന്നുണ്ട് തത്സമയം. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഏത് തരത്തിലുള്ള വിമർശനം ഉയർന്നു വന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്? വേണു, നമ്മൾ പ്രതീക്ഷിച്ച ഒരു നീക്കം തന്നെയാണ് ഇതിലുണ്ടായിരിക്കുന്നത്. അൻവറിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ CPM കേന്ദ്രങ്ങളാണോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ പലതരത്തിൽ ഉയർന്നതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്കുള്ള ചില നീക്കങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നടക്കുന്നു എന്നുള്ളത് സുപ്രധാനമായ ഒരു കാര്യം. അതായത് പി.വി. അൻവറിന്റെ ആരോപണങ്ങൾ തത്വത്തിൽ CPM-ൽ പ്രതിഫലിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നൊരു വിവരം. ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ പ്രധാന അജണ്ടയായി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ വരുന്നുണ്ട്. അത് ആഭ്യന്തര വകുപ്പിനെ ലക്ഷ്യം വെച്ചുള്ള ആരോപണങ്ങളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതുവരെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, അതിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ അൻവർ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിലെ നിജസ്ഥിതി കണ്ടെത്തണമെന്നുള്ള ആവശ്യം അത് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയരുന്നുണ്ട്. പാർട്ടി കമ്മിറ്റികളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ വിമർശനങ്ങൾ അത്രയും, ഈ രൂക്ഷ വിമർശനങ്ങൾ അത്രയും ആഭ്യന്തര വകുപ്പിനെതിരെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഉണ്ടായിരുന്ന വികാരം അത് പ്രത്യക്ഷമായി പ്രകടിപ്പിച്ചു തുടങ്ങിയ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ പോലീസിനെ കെട്ടഴിച്ച് വിട്ടിരിക്കുകയാണെന്നുള്ള അഭിപ്രായം, വിമർശനം അത് സമ്മേളനങ്ങളിൽ ഉയരുന്നുണ്ട്. പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഭരണ തുടർച്ച അസാധ്യം. മാത്രവുമല്ല, താഴെത്തട്ടിലെ പ്രവർത്തകരോടക്കം പോലീസിന്റെ പെരുമാറ്റ രീതി, സാധാരണ ജനങ്ങളോടുള്ള പോലീസിന്റെ പെരുമാറ്റ സമീപനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. കോടിയേരി ബാലകൃഷ്ണന്റെ അഭാവം അതിപ്പോഴാണ് മനസ്സിലാകുന്നതെന്നും ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രതിനിധികളുടെ അഭിപ്രായം ഉയരുന്നുണ്ട്. കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിധം പാർട്ടി തകരില്ലെന്ന അഭിപ്രായവും ശക്തമാണ്. അങ്ങനെ പാർട്ടിക്ക് നാഥനില്ലാതാകുന്നു എന്ന തരത്തിലേക്കുള്ള സൂചനകൾ, അങ്ങനെയുള്ള ധ്വനികൾ വരുന്ന തരത്തിലേക്കുള്ള വിമർശനം അത് CPM-ലെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയരുന്നുണ്ട്. ഇനി പ്രധാനം ജില്ലാ സമ്മേളനങ്ങളാണ്. ജില്ലാ സമ്മേളനങ്ങളിൽ ഒരു പക്ഷേ ആഭ്യന്തര വകുപ്പിനെ താങ്ങാൻ കഴിയാത്തത്ര വിമർശനം ഉയരും. അത് പ്രതിരോധിക്കണമെങ്കിൽ ഇപ്പോഴേ തിരുത്തൽ വേണം എന്നുള്ള വിലയിരുത്തൽ CPM നേതൃത്വത്തിനുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പി.വി. അൻവറിനെ, അല്ലെങ്കിൽ പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ ആ വിധം പാർട്ടി പരിഗണിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറിക്ക് പി.വി. അൻവർ നൽകിയിട്ടുള്ള പരാതി ചർച്ചയാകും. ആ പരാതിക്കൊടുവിൽ P. ശശിയോട് വിശദീകരണമെങ്കിലും തേടിയാൽ അത് മുഖ്യമന്ത്രിയെ ഓഡിറ്റ് ചെയ്യുന്നതിന് തുല്യമാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. വേണു, ശരി. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. സജോ ദേവസ്യം കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സജോ, പാർട്ടി സെക്രട്ടറിയുടെ നാട്ടിൽ മൊറാഴയിൽ ഈ ബ്രാഞ്ച് സമ്മേളനം ഒന്നടങ്കം ബഹിഷ്കരിച്ച അസാധാരണമായ സാഹചര്യമാണ്. ഇതിനെ നേതൃത്വം എങ്ങനെയാണ് കാണുന്നത്? ഈ അംഗൻവാടി പ്രശ്നമാണോ ഇത്രയും രൂക്ഷമായ ബഹിഷ്കരണത്തിലേക്ക് അടക്കം നയിച്ചത്? വേണു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ സുപ്രധാനമായ കർഷക സമരത്തിന്റെ ചരിത്രം പേറുന്ന മണ്ണാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച കോട്ടയാണ്, ഇരുമ്പ് മറയുള്ള കോട്ട എന്നൊക്കെ അവകാശപ്പെടാൻ കഴിയുന്ന സ്ഥലമാണ് മൊറാഴ. മൊറാഴ എന്നത് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രദേശമാണ്. അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തോട് ചേർന്ന പ്രദേശം കൂടിയാണ്. മൊറാഴ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള 5ാം പീടിക ബ്രാഞ്ച് സമ്മേളനമാണ് മുടങ്ങിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാദേശിക വികാരം, അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം പലപ്പോഴും മേൽ കമ്മിറ്റികൾ വേണ്ട നിലയ്ക്ക് ഉൾക്കൊള്ളാറില്ല, അത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാറില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വന്നത്. ഏറ്റവും ഒടുവിൽ അവിടെ ഒരു അംഗൻവാടിയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉയർന്നു വന്നു. അതിലൊരു സ്ഥലം മാറ്റം, 2 പേർക്ക് സ്ഥലം മാറ്റം നൽകി. അതിൽ നിരപരാധിയായ ജീവനക്കാരിക്കെതിരെ കൂടുതൽ കർശനമായ നടപടിയെടുക്കുകയും ദൂരസ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു. അതേസമയം ആരോപണ വിധേയക്ക് സംരക്ഷണം ലഭിക്കും വിധമുള്ള സ്ഥലം മാറ്റമാണ് നൽകിയത് എന്നതടക്കം പ്രാദേശികമായി വലിയ തോതിൽ ചർച്ചയായതും വിവാദമായതുമാണ്. നേരത്തെ തന്നെ മേൽക്കമ്മിറ്റിയിൽ ഇടപെടുകയും ആന്തൂർ നഗരസഭയിലാണ് ഈ അംഗൻവാടി ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള ആന്തൂർ നഗരസഭ എന്നത് CPIM എന്നത് ഒറ്റയ്ക്ക് ഭരിക്കുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷം ഇല്ലാത്ത ഒരു നഗരസഭ കൂടിയാണ്. അങ്ങനെ ഒരു പ്രദേശമാണ്. അവിടെ ഇത്തരം ആവശ്യങ്ങൾ തുടർച്ചയായി പലപ്പോഴും ഉന്നയിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു എപ്പിസോഡ് മാത്രമാണ് അത്.
വേണ്ട രീതിയിൽ മേൽക്കമ്മിറ്റി പരിഗണിച്ചിട്ടില്ല, പലപ്പോഴും അത് പരിഗണിക്കാറില്ല, നഗരസഭയോട് ആവശ്യപ്പെടുമ്പോഴും അത് നടക്കാറില്ല. അങ്ങനെ ഒരു സമ്മേളനത്തിൽ തങ്ങൾ പങ്കാളികളാകുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ച് 14 ബ്രാഞ്ച് അംഗങ്ങളും വിട്ടുനിന്നു. അതായത് ബ്രാഞ്ച് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും വിട്ടുനിന്നു. ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഉദ്ഘാടകനായി എത്തിയ നേതാവ് മടങ്ങിപ്പോയി. ലോക്കൽ കമ്മിറ്റിയുടെ പ്രതിനിധികളും സമ്മേളനത്തിനായി എത്തിയിരുന്നു, അവരെല്ലാം തിരിച്ചുപോയി. നേതാക്കൾ ഇടപെട്ട് അനുനയ ചർച്ചയ്ക്ക് വിളിച്ചു. പക്ഷേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാകാതെ സമ്മേളനം നടത്തേണ്ടതില്ല എന്നൊരു നിലപാട് ബ്രാഞ്ച് അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചെടുത്തു. അതായത് ചരിത്രത്തിൽ ആദ്യമായാണ് മൊറാഴയിലെ ലോക്കൽ കമ്മിറ്റി കീഴിലുള്ള ഏതെങ്കിലും ഒരു സമ്മേളനം മുടങ്ങുക എന്നത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. അത്തരത്തിൽ നേരത്തെ തന്നെ സംസ്ഥാന തലത്തിൽ തന്നെ CPIM പാർട്ടി താഴെത്തട്ടിൽ വലിയ തോതിൽ ദുർബലമാകുന്നു. ആളുകൾ പലതരത്തിൽ പാർട്ടി ആളുകൾക്ക് അസംതൃപ്തി, പ്രവർത്തകർക്ക് അസംതൃപ്തി ഉണ്ടാകുന്നു. അതിനെ വേണ്ട വിധം പാർട്ടി പരിഗണിക്കുകയോ അഡ്രസ്സ് ചെയ്യുകയോ അഭിസംബോധന ചെയ്യുകയോ ചെയ്യുന്നില്ല എന്ന നിലയ്ക്കുള്ള വിമർശനങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നതാണ്. അതിൻ്റെ ഒരു എപ്പിസോഡായി, അതിൻ്റെ ഒരു ഉദാഹരണമായി ഈ സംഭവത്തെ കാണണം. അത് സാധാരണ നിലയ്ക്കുള്ള പ്രദേശത്തുള്ള ഒരു ബ്രാഞ്ച് ഘടകം എന്ന നിലയ്ക്ക് കാണാൻ കഴിയില്ല. സംസ്ഥാന സെക്രട്ടറിയുടെ വീടിനോട് ചേർന്ന, വീടിനടുത്ത അദ്ദേഹത്തിൻ്റെ ബ്രാഞ്ചല്ല, പക്ഷേ ആ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ചാണെന്നത് കാണണം. പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്ന്, കണ്ണൂരിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് എന്നതുകൂടി കാണണം. അങ്ങനെ ഒരു പ്രദേശത്താണ് ഇത്തരം അസാധാരണമായ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. സാധാരണ ഇത്തരം ഒരു പ്രതിഷേധം CPIM-നകത്ത് ഉണ്ടായെങ്കിൽ തന്നെയും പിന്നീട് അതിൽ ഏതെങ്കിലും നിലയ്ക്ക് ഒരു സമവായത്തിന് പാർട്ടി ശ്രമിക്കാത്തതുമാണ്. പക്ഷേ അവിടെ സമ്മേളനം നടത്താനുള്ള ശ്രമങ്ങളുമായി നേതൃത്വം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാതെ ഇവിടെ ബ്രാഞ്ച് സമ്മേളനം വേണ്ട എന്ന നിലപാടിലാണ് പാർട്ടി. പ്രവർത്തകർ വിവാദമായതോടുകൂടി ജില്ലാ നേതൃത്വം അടക്കം ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനമെടുത്തു എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, സജോ ദേവസ്യയും ഷഫീദ് റാവുത്തറുമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.